ഏതായാലും ഇനിയിപ്പോൾ ഈ കടമെടുപ്പിൻ്റെ കാര്യം കേന്ദ്രം അനുവദിക്കുന്നില്ല എന്ന് സംസ്ഥാനം പറയുന്ന ഈ കാര്യം സുപ്രീം കോടതിയുടെ മുന്നിലാണ് ഉള്ളത്. സുപ്രീം കോടതി എങ്ങനെയായിരിക്കും ഒരു വിധി, ടീച്ചറിൻ്റെ ഒരു വീക്ഷണം അത് എങ്ങനെയാണ്, ആർക്ക് അനുകൂലമായിരിക്കും? അതായത് സുപ്രീം കോടതി കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഇതിൽ തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ ഈ 3% എന്നൊക്കെയുള്ളത് ഉണ്ടാക്കിയ ആ കാലഘട്ടം, അതായത് 1990-91 ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്നുള്ളത് കൊണ്ടും ഇത് നല്ല ഒരു അഡ്വക്കേറ്റാണ് കേന്ദ്രത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് എങ്കിൽ കപിൽ സിബൽ എത്ര മിടുക്കനാണെങ്കിലും ഈ കടമെടുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഇഷ്ടത്തിന് വിടണമെന്ന് സുപ്രീം കോടതി പറയില്ല. കാരണം ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നുവോ അത് നോക്കിയിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ അത് ആവർത്തിക്കാനും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനും. അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ കേന്ദ്രം വീണ്ടും കടക്കണിയിലേക്ക്, അതായത് 1990-91 ഒരവസ്ഥയിലേക്ക് വീണ്ടും പോയിക്കൂടുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സുപ്രീം കോടതി ഒരു കാരണവശാലും സംസ്ഥാനം കൂടുതൽ, അതായത് സംസ്ഥാനങ്ങളുടെ കടമെടുക്കലിന് പരിധി നിശ്ചയിക്കരുത് കേന്ദ്രം എന്ന് പറയുന്ന കാര്യത്തോട് സുപ്രീം കോടതി യോജിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നാണ് കേരളം പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അതും ഒട്ടും യാഥാർത്ഥ്യമല്ല. അതായത് സംസ്ഥാനം ഇങ്ങനെ പറയുന്നത് സംസ്ഥാനം പറയുന്നതിന് ഒരു കാരണമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതായത് 15ാം ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്ന, അതായത് ബേസായിട്ട് അതിനു മുൻപുള്ള 14 ധനകാര്യ കമ്മീഷനും എടുത്തത് 1971 ജനസംഖ്യയായിരുന്നു. പക്ഷേ ഈ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ അത് 2011 പോപ്പുലേഷനായിട്ട് ബേസ് എടുത്തത് 2011 പോപ്പുലേഷനാണ്. അപ്പോൾ ഈ ബേസായിട്ട് പോപ്പുലേഷൻ എടുത്താൽ എന്താ പ്രശ്നം? 1971 2011 മാറ്റിയാൽ ഉള്ള പ്രശ്നം എന്താണ്? 971 പോപ്പുലേഷനല്ല 2011 പോപ്പുലേഷൻ. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. 971 കേരളത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 3.83% ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ ഒരു പോപ്പുലേഷൻ പോളിസി, പിന്നെ ഇന്ത്യ ആവശ്യപ്പെട്ട ഒരു പോപ്പുലേഷൻ പോളിസി, അതായത് പോപ്പുലേഷൻ ക്രമമായി താഴ്ത്തി കൊണ്ടുവരിക. അതിനെ പറയുകയാണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷൻ സ്റ്റേബിളായിട്ട് പോകണം, താഴേക്കും പോകാൻ പാടില്ല, എടുത്തു ചാടാനും പാടില്ല. ആ തരത്തിൽ ഈക്വൽ ടു യൂണിറ്റി, ഗ്രോത്ത് ഷുഡ് ബി ഈക്വൽ ടു യൂണിറ്റി എന്ന് പറയത്തക്ക തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത്, അതാണ് ഇന്ത്യ ആഗ്രഹിച്ചത്. ആ തരത്തിൽ ഒരു പക്ഷേ കേരളം അതിനേക്കാൾ കൂടുതൽ മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ശരിക്കും റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക്, അതായത് സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് പോകുമ്പോൾ കേരളം കുറച്ചും കൂടി താഴേക്ക് പോയിട്ടുണ്ട് പോപ്പുലേഷനിൽ. അങ്ങനെ കേരളത്തിൻ്റെ 2011 പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 2.62 കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞപ്പോൾ എന്താ സംഭവിക്കും? മറ്റേ 3.83 ഉണ്ടായിരുന്നപ്പോൾ കിട്ടുന്ന അത്ര ഷെയർ 2.62 ആയിട്ട് കുറഞ്ഞപ്പോൾ കിട്ടില്ല. അപ്പോൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് വെബ്സൈറ്റിൽ വന്നപ്പോൾ തന്നെ ഇത് ഗവൺമെൻറ് കണ്ടെത്താൻ ഞാനും കൂടി കാരണമാണ് കേട്ടോ. മനോരമ ആവശ്യപ്പെട്ട് ഞാൻ ആ വെബ്സൈറ്റ് തന്നെ നോക്കി, ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, ആ ചേഞ്ച് നമ്മളെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പിറ്റേ ദിവസം മനോരമയിൽ എഴുതിയിരുന്നു ആർട്ടിക്കിൾ. അപ്പം അതിന് ശേഷമാണ് ഗവൺമെൻറ് ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധിച്ചേനെ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തി കേരളത്തിൽ വെച്ച്, അതായത് എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും പോപ്പുലേഷൻ കുറച്ച് കൊണ്ടുവന്നതാണ്. അതിൽ ഇത്തിരി കൂടുതൽ കുറച്ചത് കേരളമാണെന്നേ ഉള്ളൂ. കുറച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇരുട്ടടിയാകുന്നതാണ് ഈ ഫിനാൻസ് കമ്മീഷൻ ഈ പോപ്പുലേഷൻ്റെ ബേസ് മാറ്റിയത്, കമ്മീഷൻ്റെ ബേസ് മാറ്റിയത് എന്ന് പറഞ്ഞ് കോൺക്ലേവ് നടത്തി, കേരളത്തിൽ നടത്തി, പോണ്ടിച്ചേരിയിൽ നടത്തി, ആന്ധ്രാപ്രദേശിൽ നടത്തി. എന്നിട്ട് ഈ കോൺക്ലേവിൻ്റെ എല്ലാം കൂടെ റിസൾട്ടായിട്ട് ഒരു മെമ്മോറാണ്ടം രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. അങ്ങനെ രാഷ്ട്രപതിക്ക് കൊടുത്തപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ ചില മാറ്റങ്ങൾ നോംസിൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന മാറ്റമൊന്നും ഈ ഗവൺമെൻറ് ഗവനിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ ഇതുകൊണ്ട് തഴഞ്ഞു എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു മാറ്റം?
പോപ്പുലേഷന് തന്നെ 90% വെയിറ്റ് കൊടുത്തിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ പോപ്പുലേഷന് 15% വെയിറ്റാണ് കൊടുത്തത്. അപ്പോൾ ഡെമോഗ്രാഫിക് പെർഫോമൻസ് അതിന് 12.5% വെയിറ്റ് കൊടുത്തു. അപ്പോൾ പോപ്പുലേഷന് 15 കൊടുത്തു, അത് നമുക്ക് കിട്ടില്ല, നമ്മൾ പോപ്പുലേഷൻ ഒത്തിരി കുറച്ചു. പക്ഷേ ഡെമോഗ്രാഫിക് പെർഫോമൻസിന് മാർക്ക് കൊടുക്കുമ്പോൾ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന മെറിറ്റാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12% നമുക്ക് കിട്ടും. അത് സംസ്ഥാന ഗവൺമെൻറ് സൗകര്യപൂർവ്വം മറന്നതോ അല്ലെങ്കിൽ ഈ സ്വയംകൃതാനർത്ഥം എൻ്റെതല്ല കേന്ദ്രത്തിൻ്റെ കുഴപ്പമാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു 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 പ്രത്യേക ടൂളാണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എപ്പോഴും ഇങ്ങനെ. ഏതായാലും 12.5% വെയിറ്റേജ് ഡെമോഗ്രാഫിക് പെർഫോമൻസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കേരളവും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പോപ്പുലേഷന് 15% വെയിറ്റ് ചെയ്യുള്ളതിന്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻകം ഡിസ്റ്റൻസ് ആണ്. അവിടെയാണ് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ആപ്പായത്. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനം. എന്താണ് ഈ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? അതായത് ഏറ്റവും ടോപ്പ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനം, അതുപോലും തീരുമാനിക്കുന്ന 3 വർഷത്തെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ഈ ടോപ്പ് എന്ന് തീരുമാനിക്കുന്നത്. അതായത് ന്യൂനമറ്റതാകാനാണ് ആ മെത്തേഡ്. ഏറ്റവും ടോപ്പ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള സംസ്ഥാനവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അത്രയും ടോപ്പായിട്ടുള്ള സംസ്ഥാനത്തിനേക്കാൾ 45% ഫിനാൻസ് കമ്മീഷൻ അവാർഡ് കൂടുതൽ കിട്ടും ലോവസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകമുള്ള സംസ്ഥാനം. അങ്ങനെയാണ് ബീഹാർ, UP മുതലായ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. സത്യത്തിൽ അവിടെ BJP ഭരിക്കുന്നു എന്നതുകൊണ്ടല്ല അവർക്ക് കൂടുതൽ കിട്ടുന്നത്. അവർ വികസനത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നു, ആളോഹരി വരുമാനത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് നോം വെച്ചാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇനി ഈ BJP ഭരണം വന്നതിന് ശേഷം BJPയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡാണ് ഗുജറാത്ത്. ഹൈലി ഡെവലപ്ഡാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ഹൈയാണ്. അവർക്ക് കിട്ടില്ല ഈ പറയപ്പെട്ട ഇൻകം വെയിറ്റേജ് അനുസരിച്ച്. അപ്പോൾ പിന്നെ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് അനുകൂലമായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് തെറ്റല്ലേ? അത് വേറെയും ഉണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ ബീഹാർ പോലെ, UP പോലെ, രാജസ്ഥാൻ പോലെ ഉള്ള പോവർട്ടി സ്ട്രിക്റ്റഡായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ നോമിനോട് ചേർന്ന് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ വികസനം എല്ലാവരിലേക്ക് ഇറ്റിച്ചിറങ്ങണം. അങ്ങനെ ഇറ്റിച്ചിറങ്ങുന്ന വികസനത്തെയാണ് നമ്മൾ ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്, ക്ഷേമ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സത്യത്തിൽ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ നോമിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. സംസ്ഥാനം എതിർക്കുന്നത് എന്തുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന്, അതാ ഞാൻ പറഞ്ഞ സ്വയംകൃതാനർത്ഥമാണ് പ്രതിസന്ധി. ആ ധനപ്രതിസന്ധി മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനുള്ള ഉദ്യമത്തിൻ്റെ ഭാഗമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഇൻകം ഡിസ്റ്റൻസ് ആണ് ഏറ്റവും വലിയ വിനയായി കലാശിച്ചത്. അപ്പോൾ നമ്മുടെ അവസ്ഥ, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്? 7th ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകമാണ് കേരളത്തിൻ്റെ. അത് എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം തന്നെ നമ്മളുടെ തൊട്ട് താഴെയോ അല്ലെങ്കിൽ തൊട്ട് മുകളിലോ ആണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒക്കെ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം കുറവായതുകൊണ്ട് തന്നെ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കുറഞ്ഞു. ഇനി കുറവ് എത്ര എന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിന്, അതായത് കഴിഞ്ഞ 14ാം ധനകാര്യ കമ്മീഷൻ 2.52 തന്നിരുന്നത്, 5.3 തന്നിരുന്നത്, 5.2 2.52% തന്നത് സെൻട്രൽ പൂളിൽ നിന്ന്. എന്താ ഈ സെൻട്രൽ പൂൾ എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറഞ്ഞാൽ, സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറഞ്ഞാൽ അതിലെ മേജർ ഇൻഗ്രീഡിയൻസ് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട വരുമാന മാർഗവും എടുക്കുന്നത് എല്ലാ സംസ്ഥാനത്തിൻ്റെ പരിവൃതിയിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ പിരിച്ചെടുക്കുന്നത് കേന്ദ്രമാണ്. അങ്ങനെ ഒരു വലിയ സമ്മാണ് ഈ സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറയുന്നത്. ആ ടാക്സ് പൂളിൻ്റെ 42% ഡെവല്യൂഷൻ ഇങ്ങനെ ഈ നോംസ് അനുസരിച്ച് പങ്കിടുന്നത്. അങ്ങനെ പങ്കിടുന്നതിലെയാണ് ഈ 45% ഈ പാവം ഡിസ്ട്രിക്ട്സിന് സംസ്ഥാനങ്ങൾക്ക് പോകുമെന്ന് പറഞ്ഞത്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ നോം അനുസരിച്ച് നമുക്ക് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഒന്നും തന്നെ കാര്യമായിട്ട് കിട്ടില്ല. ഇനി അടുത്ത ഒരു നോമുണ്ട്, അതായത് എന്താണ്, ഫിസ്ക്കൽ എഫേർട്ട്. അതായത് വിഭവ സമാഹരണം എങ്ങനെ,
വിഭവങ്ങളുടെ ചെലവഴിക്കൽ എങ്ങനെ, അതിന് 2.5 വെയിറ്റേജേ ഉള്ളൂ. പക്ഷേ ആ 2.5 കേരളത്തിന് കിട്ടില്ല. കാരണം നമ്മൾ CAG റിപ്പോർട്ട് തന്നെ എടുത്തു നോക്കുക. CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തു വന്ന CAG റിപ്പോർട്ട് 2003 റിപ്പോർട്ടിൽ CAG എന്താ പറയുന്നത്? 28,258.39 കോടി രൂപ അരിയർ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട് കേരള ഗവൺമെൻറ് എന്ന്. അതായത് നികുതിയും നികുതിയേതര വരുമാനവുമായിട്ടുള്ള കുടിശ്ശിക 28,258.39 കോടി ഉണ്ട്. അതിൻ്റെ കൂടെ CAG പറയുകയാണ്, ഇത് കേരളം ആ വർഷം പ്രതീക്ഷിച്ച ആകെ വരുമാനത്തിൻ്റെ 24.23%, ഏകദേശം 1/4 അപ്പോൾ അത്രയും വരുമാനം കുടിശ്ശികയായിട്ട് ഇട്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് ഫിസ്ക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ആ 2.5 അങ്ങ് പോകും. പിന്നെ അടുത്ത ഒരു നോം എന്ന് പറയുന്നത് ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. അതിന് 10 മാർക്കാണ്. ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് എക്കോളജി. കേരളം എപ്പോഴും വന്യമൃഗ ഇതൊക്കെ കാരണം കൊണ്ട് ജനങ്ങൾ പൊറുതി മുട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ഡെൻസ് ഫോറസ്റ്റ് നമുക്ക് ധാരാളമായിട്ടുണ്ട്. പക്ഷേ എക്കോളജിയുടെ കാര്യത്തിൽ കേരളത്തിന് പൂർണ്ണമായിട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എക്കോളജിക്കൽ പ്രവർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ടൈം സ്ക്വയറിൽ ലോക കേരള സഭ നടക്കുന്ന സമയത്ത് ഗീത ഗോപിനാഥിനെ ഇൻ്റർവ്യൂ ചെയ്ത പത്രക്കാരോട് ഗീത പറഞ്ഞു, ഇവിടെ വരുന്ന കേരളം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു ഇല്ലമായി മാറുകയാണെന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇക്കോളജി അത്ര ശരിയല്ലെന്നാണ്, നോൺ കമ്മ്യൂണിക്കൽ ഡിസീസസ് വരുന്നു എന്നുള്ളത്. അത് വളരെ നമുക്കറിയാം. ഓർക്കാപ്പുറത്താണ് പിന്നെ ഡെങ്കിപ്പനി മുതലോ എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ പരിസ്ഥിതി അത്ര ശരിയല്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. എങ്കിൽ പോലും നമുക്ക് ഡെൻസ് ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് 10 കിട്ടിയില്ലെങ്കിലും ഒരു വലിയ പരിധി വരെ നമുക്കതിൽ നിന്ന് കിട്ടും. പിന്നെയുള്ളത് 6ാമത്തെ നോം എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതിന് 15% വെയിറ്റേജ് ആണുള്ളത്. സ്പെഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ കേരളത്തിന് എന്താണ് ഈ സ്പെഷ്യൽ പ്രോബ്ലംസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകണം? എന്താണ് കാണിച്ചിട്ടില്ലെങ്കിൽ അത് ഇവരുടെ തന്നെ കുഴപ്പമാണ്. ഒന്നാമത് നമ്മൾ 60+ പോപ്പുലേഷൻ. ഓൾ ഇന്ത്യ തലത്തിൽ 7% 60+ പോപ്പുലേഷൻ. മറിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ 17%-18%-ലധികം 60+ പോപ്പുലേഷനാണ്. അപ്പോൾ നമുക്കിവിടെ ജെറിയാട്രി കെയർ, പാലിയേറ്റീവ് കെയർ, ഇങ്ങനെ പലതും വളരെ അത്യാവശ്യമുണ്ട്. ഇപ്പോൾ ഒന്നും തന്നെ ഇല്ലതാനും. ഇപ്പം മെഡിക്കൽ കോളേജുകളിലോ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലോ മരുന്നോ മന്ത്രമോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ജെറിയാട്രി കെയർ, പാലിയേറ്റീവ് കെയർ, ഇത്തരം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 15% നിന്ന് ഒരു വെയിറ്റേജ് കിട്ടും. പിന്നെ രണ്ടാമതൊന്ന്, നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചിലവ്, എക്സ്ട്രാ ചിലവെന്ന് പറയുന്നത് ഈ എയ്ഡഡ് സെക്ടറിന് കൊടുക്കുന്ന ശമ്പളവും പെൻഷനുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും എയ്ഡഡ് സെക്ടർ ഇല്ല. അതേസമയത്ത് കേരളത്തിൽ വ്യാപ്തമായ എയ്ഡഡ് സെക്ടറുണ്ട്. ഈ എയ്ഡഡ് സെക്ടറിൻ്റെ ശമ്പളവും പെൻഷനും പിന്നെ പ്രൊട്ടക്റ്റഡ് ടീച്ചേഴ്സ്, ഇതൊക്കെ മായിക്ക് അറിയാമല്ലോ, ഇതെല്ലാം കൂടി വരുന്നത് വലിയൊരു ബേർഡനാണ് സംസ്ഥാന ഖജനാവിന്. പക്ഷേ അത് ബേർഡനാണെന്നും പറഞ്ഞ് വേണ്ട എന്ന് വെക്കാനും ഒക്കില്ല. കാരണം എപ്പോഴും പുരപ്പുറത്ത് കയറി എന്ന് ഗവൺമെൻറ്റുകൾ പറയാറുണ്ട്, നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണ് കേരളം എമംഗ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. വെസ്റ്റേൺ കൺട്രീസിനോട് ഈക്വലാണ് നമ്മളുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന്. എന്തുകൊണ്ടാണ്? ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മൾ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട്. സാക്ഷരത 100%, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നമ്മൾ മുമ്പിലാണ്. അതുകൊണ്ടാണ്. ഇതെങ്ങനെ വന്നു? ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും നമുക്കറിയാം ഒരുപാട് സ്വകാര്യ മേഖല. ഇപ്പോൾ എയ്ഡഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റീസിനും ഉണ്ട് എയ്ഡഡ് സെക്ടർ, സ്കൂൾസും കോളേജസും എല്ലാം. അപ്പോൾ ആ തരത്തിൽ എൻജിനീയറിങ് കോളേജസും ഒക്കെ ഉണ്ട് എയ്ഡഡ് സെക്ടറിൽ. പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ കാര്യം, ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് ഒന്നും എയ്ഡഡ് സെക്ടർ അല്ല, എയ്ഡഡ് ആക്കിയിട്ടില്ല. പക്ഷേ സ്വകാര്യം ഒത്തിരി ഉണ്ട്. അത് പക്ഷേ ഗവൺമെൻറ് ചിലവ് വർദ്ധിപ്പിക്കുന്നില്ല, സ്വകാര്യം എയ്ഡഡ് ആയാലാണ്. അപ്പം ഈ എയ്ഡഡ് സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അത് നമുക്ക് ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് കാണാൻ പറ്റില്ല. അവർക്ക് ഇനി മുതൽ ശമ്പളവും പെൻഷനും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ എഡ്യൂക്കേഷൻ ഇവിടെയും താഴേക്ക് പോകും. കാരണം ഇപ്പം നല്ല ശമ്പളവും നല്ല സൗകര്യങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് എയ്ഡഡ് സെക്ടറിലേക്ക് നല്ല കഴിവുള്ള അധ്യാപകരൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു ന്യൂനതയല്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്,
ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഈ സ്പെഷ്യൽ പ്രോബ്ലംസിനാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് കിട്ടിയ ആദ്യ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. അത് 41,000 കോടിക്ക് മുകളിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന് കിട്ടിയത് 37,199 ആണെന്ന് തോന്നുന്നു. 37,000 കോടിയിലധികമാണ്. രണ്ടാമത്തെ ഹയസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉള്ള സംസ്ഥാനം. ആകെ 17 സംസ്ഥാനങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോ വർഷം ഈ 37,000 കോടി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാ വർഷവും 37,000 കോടി തരികയല്ല. ഫിനാൻസ് കമ്മീഷൻ ഈസ് ഫോർ 5 years. ആ 5 വർഷങ്ങളിലും ഭാഗിച്ചാണ് ഇത് കൊടുക്കുന്നു. അത് കുറഞ്ഞു വരും. 37,000 കോടിയിലധികം ഉള്ളതിന് 5 ഭാഗിച്ച് അങ്ങനെ വരുമ്പോൾ അവസാന വർഷങ്ങളൊക്കെ ആകുമ്പോഴത്തേനും കുറയും. അതിനാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ അത്രയും കിട്ടിയില്ല. അതായത് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും ഇങ്ങനെ ഒരു ഗവൺമെൻറ് അലമുറ ഇടുന്നത് കാണുമ്പോൾ, വിഡ്ഢികളെ പോലെ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ മായ്ക്ക് മനസ്സിലായില്ല, കൃത്യമായ നോംസ് വെച്ചാണ് ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് മോദിജി വന്ന് എന്ത് തിരിമറി നടത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാൽ തിരിമറി നടത്തിയാലും നമ്മൾ ഈ പറഞ്ഞ ഈ നോംസ് അനുസരിച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് നടന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ അർഹിക്കുന്നത് നമുക്ക് കിട്ടുന്നു. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇങ്ങനെ കുറവ് വന്നത് നമുക്ക് 2.5% നിന്ന് 1.93% കുറഞ്ഞത്. ആ ഡിഫറൻസ് 0.57% ഡിക്ലൈനാണ് നമുക്ക് വന്നിരിക്കുന്നത്. 0.57, 1% കുറഞ്ഞിട്ടില്ല, 0.57. അതേ സമയത്ത് കർണാടകത്തിന് 1.06% കുറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞതിൻ്റെ ഏകദേശം ഇരട്ടി കുറഞ്ഞു കർണാടകത്തിന്. അവിടെ ധനപ്രതിസന്ധി ഇല്ല. പക്ഷേ നമ്മളെക്കാളും കുറച്ചും കൂടി കുറവാണ് എനിക്ക് തോന്നുന്നു. 0.34 തമിഴ്നാടിന് കുറഞ്ഞത്. തമിഴ്നാട്ടിലും ധനപ്രതിസന്ധിയില്ല. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കുറഞ്ഞു. അവർക്ക് ആർക്കും ധനപ്രതിസന്ധിയില്ല. കേരളത്തിന് മാത്രമേ ധനപ്രതിസന്ധിയുള്ളൂ. അപ്പോൾ അത് കേരളത്തിൻ്റെ സ്വയംകൃതാനർത്ഥമാണെന്ന് അവർ അംഗീകരിക്കാതിരിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷനെ പറ്റി സുപ്രീം കോടതിക്ക് പരിഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇവിടെ സംസ്ഥാനങ്ങൾ തമ്മിൽ ഇൻകത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ ആ സംസ്ഥാനങ്ങളെ ഭരിച്ച ഗവൺമെൻറ്റുകളുടെ കുറ്റം കൊണ്ടാകാം ഇത്ര വലിയ വ്യത്യാസം വികസന തുടിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിന് ജനങ്ങളല്ലല്ലോ കുറ്റക്കാർ. ആ സാഹചര്യത്തിൽ അവർക്ക് കൂടി കൂടുതൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് എടുത്ത് പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ ഒപ്പം കൂട്ടുക എന്നതൊരു ഡെമോക്രസിയുടെ മൂല്യം മാത്രമാണ്. അപ്പം ആ കാര്യത്തിൽ കേന്ദ്രത്തെ പഴി പറയാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് സെസ്സും സർചാർജും ഇരട്ടടിയായി തന്നെ അവസാനിച്ചേക്കാം. റേഷൻ കിട്ടുന്നത് കൊണ്ട് അരിക്ക് വേണ്ടിയിട്ട് ഒരു പക്ഷേ അധികം ചിലവഴിക്കില്ല. അല്ലാതെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയും സേവനങ്ങൾക്ക് വേണ്ടിയും ഈ പണം മുഴുവനും വിപണിയിലെത്തും. അപ്പോൾ വിപണി സജീവമാകുന്നത് ഈ 48-50 ലക്ഷം പേരുടെ ഈ കിട്ടുന്ന തുച്ഛമായ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊണ്ടാണ്. അതേ സമയത്ത് അതിന് മുകളിലേക്കുള്ള ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടാതെ വേണ്ടാത്തവർ, കിട്ടാൻ അർഹതയില്ലാത്തവർ, അവർ കുറച്ചും കൂടി റിച്ചറായിട്ടുള്ള സെക്ഷനാണ്. അവരുടെ ഇപ്പോൾ സർക്കാർ ജീവനക്കാരും ഒക്കെ ആണെങ്കിൽ അവരുടെ ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രം ആ മാസത്തെ ചിലവിന് വേണ്ടി ചിലവഴിച്ചാൽ അത് മാത്രമേ വിപണിയിലെത്തുള്ളൂ. ബാക്കി മുഴുവനും ഏതെങ്കിലും ബാങ്കിലേക്കോ, ചിലപ്പം പാരലൽ ബാങ്കിലായിരിക്കും പോകുന്നത്. മുത്തൂറ്റ് പോലെയുള്ള ഏതെങ്കിലും പാരലൽ ബാങ്കിലായിരിക്കും പോകുന്നത്. രണ്ടായാലും അതൊക്കെ സേവിങ്സ് ആയിട്ട് പോകും. അതേ സമയത്ത് ഈ 1,600 രൂപ കിട്ടുന്നവരുടെ മുഴുവൻ ഫണ്ടും വരുന്നത് വിപണിയിലേക്കാണ്. അതുകൊണ്ട് അത് സമയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിപണിയെ കരുത്താർജിച്ച് നിർത്തുക, സമ്പദ്ഘടനയെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക എന്നതൊക്കെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 4-5 മാസത്തേക്ക് 6-7 മാസത്തേക്ക് ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതിരുന്നാലത്തെ ഇമ്പാക്റ്റ് എന്താണ്? ആ 7 മാസവും ഈ സാധാരണക്കാരുടെ പർച്ചേസ് ആദ്യമൊക്കെ കുറച്ച് കടം മേടിക്കും, പിന്നെ കടം മേടിക്കാൻ വൈമുഖ്യം വരും, പിന്നെ ഉടമയ്ക്ക് കൊടുക്കാനും വൈമുഖ്യം വരും. അങ്ങനെ എന്തായാലും ആ പൈസ കയ്യിൽ കിട്ടിയാൽ കിട്ടുന്നത് പോലുള്ള ഒരു ക്രയവിക്രയം നടക്കില്ല. ആ ക്രയവിക്രയം നടക്കാത്തത് കൊണ്ട് തന്നെ ഇക്കോണമി ഒരു പാതി മാന്ദ്യത്തിലേക്കും, എന്നിട്ട് പോലും നമുക്കറിയാം അങ്ങനെ മാന്ദ്യാവസ്ഥയിലായിട്ട് പോലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും മോണിറ്ററി പോളിസി കമ്മിറ്റിയും ഉദ്ദേശിച്ച ലെവലിലേക്ക് 4%, 4-നും 6-നും ഇടയ്ക്ക് ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില 4% ആക്കുന്നതാണ് ഇലക്ഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കേന്ദ്രത്തിനാണെങ്കിലും സംസ്ഥാനത്തിനാണെങ്കിലും നല്ലത്. പക്ഷേ ഇതുവരെ ഇന്നലത്തെ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് ഇതുവരെ അത് 4% എത്തത്തക്ക രീതിയിൽ വന്നിട്ടില്ല. കാരണം ഈ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയിലാണ് വലിയ തോതിലുള്ള എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള കുതിപ്പിനുള്ള സാധ്യത തെളിഞ്ഞു കിടക്കുന്നത് എന്നാണ്. അപ്പം അങ്ങനത്തെ ഒരു അതായത് ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേരളത്തിലൊന്നും കിട്ടാതെ ആയിട്ട് 6-7 മാസമായി. എന്നിട്ട് പോലും വിലക്കയറ്റത്തിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു നിൽക്കുന്നെങ്കിൽ ആ പൈസ ഒന്നിച്ച് കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതാണ്. അപ്പോൾ ഈ വിപണിയിൽ ഉണ്ടാകാമായിരുന്ന ആ ഉണർവിനെ തല്ലിക്കെടുത്തി അത് മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മായുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ തോതിൽ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളാണ് സംസ്ഥാനത്ത്. നമുക്കറിയാം മെഡിസെപ്പിൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പിന്മാറുന്നു. എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ഈ അതായത് കാരുണ്യ ലോട്ടറി വഴിയുള്ള ഫണ്ട് 14,000 കോടി ഈ ഗവൺമെൻറ്റിന് 2023-24 കിട്ടിയതാണ് ലോട്ടറി വഴിയായിട്ട്. പക്ഷേ ആ ഫണ്ട് കൊടുക്കേണ്ട ആശുപത്രികൾക്കൊന്നും കൊടുത്തിട്ടില്ല. അത് വേറെ ഏതോ പുലിമുടകളിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഹോസ്പിറ്റൽസൊക്കെ ട്രീറ്റ്മെൻറ്റിന് പാസ് കൊടുത്തിട്ട് കിട്ടാത്തതുകൊണ്ട് അവരൊക്കെ പിന്മാറുകയാണ് കാരുണ്യയിൽ നിന്ന്. അതും ബാധിക്കുന്നത് പാവപ്പെട്ട രോഗികളെയാണ്. അങ്ങനെയാണ്. ഇപ്പം നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കോഴിക്കോടൊക്കെ വളരെ അത്യാവശ്യം വേണ്ട മരുന്നുകൾ മേടിക്കാൻ പോലും പുറത്തുനിന്ന് വാങ്ങാനാണ് പറയുന്നത്. കോൺട്രാക്ടേഴ്സൊക്കെ പിന്മാറി. കാരണം അവർക്ക് ഒത്തിരി കുടിശ്ശിക കിടക്കുകയാണ് ഗവൺമെൻറ് കൊടുക്കാൻ. അങ്ങനെ സമസ്ത മേഖലകളിലും ഇങ്ങനെ ഒരു ദുരിതാവസ്ഥ നിലകൊള്ളുകയാണ്. മെഡിക്കൽ കോളേജിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ട മരുന്നുകൾ പോലും ഇല്ല. അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പോൾ അത്തരം ഒരവസ്ഥയുടെ ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ പാവപ്പെട്ടവർ 1,600 രൂപ വീതം 4 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ 7 മാസത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ് എന്ന് പറയുമോ? ഒരു പക്ഷേ പറഞ്ഞെന്നിരിക്കും. കാരണം സാമാന്യ വിദ്യാഭ്യാസം കൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ ഒന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെയാകുമ്പോൾ അപ്പോൾ കിട്ടിയത് അത്ര നല്ലത് എന്ന രീതിയിൽ അവർ ചിലപ്പോൾ കണക്ക് കൂട്ടി വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരാം. പക്ഷേ എന്തായാലും ഒരു വലിയ അനിശ്ചിത അവസ്ഥയാണ് കേരളത്തിൽ നിലകൊള്ളുന്നത്. ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് നല്ലൊരു കൊയ്ത്തിനുള്ള സൗകര്യമുണ്ട്. എങ്ങനെ പ്രതിപക്ഷം അത് പ്രയോജനപ്പെടുത്തും എന്നുള്ളത് നോക്കിയിരുന്ന് തന്നെ കാണാം. സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ മേരി ജോർജാണ് ഓൺ റെക്കോർഡിൽ സംസാരിച്ചത്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.